വയനാടിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ചൂരൽമലയിൽ നിന്ന് അലമീൻ, മുണ്ടക്കയിൽ നിന്ന് സാനിയോ മനോമി, സ്കൂൾ റോഡിൽ നിന്ന് സിനോജ് തോമസ്, ബെയിലി പാലത്തിൽ നിന്ന് അർജുൻ കല്യാട്, മേപ്പാടി ക്യാമ്പിൽ നിന്ന് VS രഞ്ജിത്ത് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം നമുക്ക് സാനിയോ മനോമിയിലേക്ക് പോകാം. സാനിയോ മനോമി, ജനകീയ തെരച്ചിലിനായി ആളുകൾ ഒഴുകിയെത്തുന്നതാണ് നമ്മൾ കണ്ടത്. സാനിയോയിലേക്ക് നമുക്ക് എത്താം. അലമീനുണ്ട് ചൂരൽമലയിൽ. അലമീൻ, ചൂരൽമലയിൽ തെരച്ചിൽ ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? രാവിലെ മുതൽ തന്നെ സന്നദ്ധ പ്രവർത്തകരാണ് കൂടുതലും ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്ത് ഈ പരിശോധനകൾക്കായി തിരച്ചിലിനായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. നിരവധി പേർ പലയിടങ്ങളിലും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പലരും വന്നപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണാം. ഈ പൊതുജനങ്ങളെ രംഗത്തിറക്കിയുള്ള ഒരു പരിശോധനയാണ് ഇതിൽ പ്രധാനമായും സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്, റവന്യൂ വകുപ്പൊക്കെ ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് മറുപടി. കാരണം സർക്കാർ ഉദ്ദേശിച്ചത് ഇതിൽ പരാതികളുള്ള ആളുകൾ, പരിഭവങ്ങളുള്ള ആളുകൾ, എവിടെയെങ്കിലും പരിശോധനകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്തരം ഇടങ്ങളിലൊക്കെ പരിശോധിക്കുക എന്നുള്ളതായിരുന്നു സർക്കാർ ലക്ഷ്യം വെച്ചിരുന്നത്. പൊതുജനങ്ങളെയൊക്കെ രംഗത്തിറക്കിയുള്ള ഒരു പരിശോധനയുടെ ലക്ഷ്യം വെച്ചിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല ടൗണിലാണ്. നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. നിരവധി വീടുകളൊക്കെ ഇവിടേക്ക് തകരുകയും ചെയ്തിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകർ വലിയൊരു കുത്തൊഴുക്ക് അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ ഈ പരിശോധനകൾക്ക് വന്നുകൊണ്ടിരുന്ന ആളുകൾ, തുടർച്ചയായി വന്നുകൊണ്ടിരുന്ന ആളുകൾ, അതിനപ്പുറത്തേക്ക് പുതിയ സംഘങ്ങളും സന്നദ്ധ സംഘടനകളായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പൊതുജനങ്ങളും പ്രദേശത്തെ ആളുകളും ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ അധികം ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇത് മാത്രമല്ല, പരിശോധന ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേരിനുള്ള ഒരു പരിശോധന എന്നുള്ളതാണ് ചൂരൽമലയിൽ നമുക്ക് കാണാനുള്ള കാഴ്ച. വെറുതെ തൊട്ടും പിടിച്ചുമൊക്കെ നിൽക്കുന്നു എന്നുള്ള രീതി. കാരണം പരിശോധിച്ച് കഴിഞ്ഞു സുജയ്. എവിടെയൊക്കെ പരിശോധിക്കാവുന്നതിന് പരമാവധി പരിശോധന പൂർത്തിയാക്കിയതാണ്. ഇവിടെ നിന്നൊക്കെ ലഭിക്കാവുന്ന മൃതദേഹങ്ങൾ പരമാവധി ലഭിച്ചു എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു വിലയിരുത്തൽ. ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് അവരൊക്കെ അനുമാനിക്കുന്നത്. തെരച്ചിൽ നടത്തുന്ന ഇടത്തേക്ക് നമ്മുടെ ക്യാമറ യൂണിറ്റുമായി പോകാം. ചൂരൽമലയിൽ ഇപ്പോൾ തെരച്ചിലിനായി ആളുകൾ നിൽക്കുന്ന ഇടത്തേക്ക് അവരിപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പാലത്തിന്റെ ഇപ്പുറത്തുള്ള കരയിലും ഒക്കെ ആയിട്ടാണ്, അവിടെ വീടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ്. ആ പ്രദേശങ്ങളിലൊക്കെയാണ് ആളുകൾ നിൽക്കുന്നത്. അവിടേക്ക് കൂടി നമുക്ക് പോകാം. നമുക്ക് ഇനി സ്കൂൾ റോഡിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോകാം. സിനോജ് തോമസ്, എല്ലാ ഇടങ്ങളിലും തെരച്ചിലിനായി വോളണ്ടിയേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. സ്കൂൾ റോഡിലെ കാഴ്ച എന്താണ്? സുജയ, സ്കൂൾ റോഡ് വഴി ഒരു 2 കിലോമീറ്റർ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ വലത്തേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം. അതുവഴിയാണ് മുണ്ടക്കൈ തോട് വഴി ഉരുൾപൊട്ടി വന്നത്. ഉരുൾപൊട്ടി ഒഴുകി വന്നത് ഇതൊരു വളവാണ്. ഈ വളവിൽ വെച്ച് ഏലമല തോടുമായി ചേരുന്ന ഒരു ഭാഗമാണിത്. ഇവിടെയാണ് വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായി. ഇവിടെ 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ വ്യാപകമായ രീതിയിൽ ഫയർഫോഴ്സും റവന്യൂ വകുപ്പും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ തറയുടെ മുകളിലാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന 2 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമകരമായ ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ തന്നെ കാണാനുള്ള സാധ്യതയുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. അവിടേക്ക് ക്യാമറ പുഴയിലേക്ക് തിരിക്കുകയാണെങ്കിൽ വലിയ ബൂം എക്സ്കവേറ്റർ, നമ്മൾ ഷിരൂരിലൊക്കെ കണ്ടതുപോലുള്ള 2 ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്നിട്ടാണ് പരിശോധന നടത്തുന്നത്. കാരണം 20 അടിയോളം ഇവിടെ മണ്ണ് വന്ന് കൂടിക്കിടപ്പുണ്ട്. ആ മണ്ണ് മുഴുവൻ എടുത്തു മാറ്റിയാലേ തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. കൊല്ലത്ത് കരിമണലൊക്കെ തന്നെ വാരാൻ ഉപയോഗിക്കുന്ന എക്സ്കവേറ്ററാണിത്. അത് കൊണ്ടുവന്നാണ് ഈ കുന്നുമുകളിൽ ഈ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നത്. ഇതിൻ്റെ നോഡൽ ഓഫീസറായ അജീഷ് സാർ ചേരുന്നു. സാർ, ഏത് രീതിയിലൂടെ തെരച്ചിൽ? ഇവിടെ ഇപ്പം നമ്മൾ 4 ദിവസമായിട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഏലമലപ്പുഴയും ഇത് ഏലമലപ്പുഴയാണ്, മുണ്ടക്കൈ പുഴയും കൂടി ചേരുന്ന ഒരു ഭാഗമാണ്. ശരിക്കും നമുക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത് ആ പുഴയിലാണ്. പക്ഷേ ഇവിടെ ഈ ഡെബ്രിസ് ഒക്കെ വന്നടിഞ്ഞ് ഇതുപോലെയുള്ള പാറകളൊക്കെ ഫസ്റ്റത്തെ ഇതിന് വന്നടിഞ്ഞ് ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ബ്ലോക്ക് ഉണ്ടായിട്ട് ചിലപ്പോൾ ഒരു ബേബി ഡാം ഫോം ചെയ്ത് ഇവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പം ഇതിൻ്റെ ഇത്രയും പൊക്കത്തിൽ, ആ മാവിൻ്റെയൊക്കെ പൊക്കത്തിൽ വെള്ളം വന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ പിന്നെ റൂഫ് ടോപ്പ് വരെ വെള്ളമുണ്ട്. ഇത് നമ്മൾ ഈ വീട്ടിൽ കടന്നുറങ്ങുന്ന ലിജോ എന്ന് പറയുന്ന അവൻ്റെ അച്ഛനും അമ്മയും ലീലാമ ജോസഫ് എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ മിസ്സിംഗ് ഉള്ളത് ഇവിടെ. പിന്നെ അപ്പുറത്തെ 2 വീട്ടിലെ ആൾക്കാർ മിസ്സിംഗ് ഉണ്ട്. ആ പയ്യൻ്റെ ഓൺ റിക്വസ്റ്റാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ തെരച്ചിൽ എക്സസൈസ് ചെയ്യണം. 4 ദിവസമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അവിടെ ഒരു 20 അടി താഴ്ചയിലുള്ള ഒരു വാട്ടർഫാൾ ഉണ്ടായിരുന്നു. ആ വാട്ടർഫാൾ അവിടെ ഫുള്ള് ഈ എക്കൽ അടിഞ്ഞിരിക്കുക. ഇപ്പം ഇവിടെ ഒരു മൂന്ന് പിന്നെ ആളുകൾ താഴ്ച, നമ്മൾ ഈ മിലിറ്ററിയുടെ ആളുകൾ കുത്തി നോക്കിയതാണ്. 3 ആൾ താഴ്ചയിൽ ഉണ്ട്. അപ്പോൾ വണ്ടികളൊന്നും, ഇറ്റാച്ചീസ് ഒന്നും അങ്ങോട്ട് ഇറങ്ങില്ല. അപ്പോൾ അത് നമ്മൾ ലോഗിട്ട് ബെഡ് ചെയ്ത് പുഴയിലിറങ്ങി നമ്മൾ ആഴത്ത് തിരഞ്ഞെടുത്തിട്ട് ആ ചെളി കോരി നോക്കുകയാണ്. അപ്പം ലിജോ ഇവിടെ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ബിലോങ്ങിങ്സ്, അതുപോലെ കിടക്ക, അവർ ഉപയോഗിച്ച ഡ്രസ്സ്, അതുപോലെ വീട്ടിലുള്ള മറ്റ് സാധനങ്ങൾ, ഇത്തരം സാധനങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലിജോയുടെ ഒരു പ്രതീക്ഷയാണ്, പപ്പയും മമ്മിയും ഇവിടെ ബോഡി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും ആ പ്രതീക്ഷയ്ക്ക് നമ്മൾ ഭരണകൂടം അതിനനുസരിച്ച് നിൽക്കുകയാണ്. നമ്മളിത് മാക്സിമം
ഇത് ചെയ്ത് മാക്സിമം ചെയ്തിട്ട് അയാൾക്ക് ബോധ്യപ്പെടുന്നവരെ ചെയ്യാന്നുള്ളതാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര അടി മണ്ണ് വന്ന് വീണിട്ടുണ്ട് ഇപ്പം? ഇപ്പോൾ ലിജോ പറയുന്നത് പിന്നെ ഇവിടെ ഒരു പാലമുണ്ട്, ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇവരുടെ പറമ്പായിരുന്നു ഇതിൻ്റെ ആ ഒരു ഭാഗം വരെയും. ആ പുഴയുടെ ആ മലയടിവാരത്തിലൂടെയാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ 25 അടി താഴ്ചയിലാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ ഒലിച്ച് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പം അവിടുന്ന് വന്ന ചെളി എക്കൽ അടിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ആ താഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ഈ എക്കലാണ് വണ്ടി ഇപ്പം ഹിറ്റാച്ചീസ് ഒന്നും അവിടെ ഇറങ്ങാൻ കഴിയില്ല. ഹിറ്റാച്ചീസൊക്കെ നമുക്ക് അവിടെ കുത്തി പിന്നെ അവരുടെ ഭൂമി കുത്തി നോക്കുമ്പോൾ കപ്പ് കുത്തി നോക്കുമ്പോൾ താഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയുള്ളത്. അതുകൊണ്ട് ബെഡ് വെച്ചിട്ട് ചെളി കോരിയെടുക്കുക. അപ്പം ബിലോങ്ങിങ്സ് കിട്ടിയത് കൊണ്ട് ഒരു പക്ഷേ ബോഡി ഇങ്ങോട്ട് ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ സാധ്യത കുറവാണ്. വെള്ളമടിച്ച് കറങ്ങി പോകാനാണ് സാധ്യത. പക്ഷേ ഒരു പക്ഷേ ഉണ്ടെങ്കിൽ അത് പിന്നെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാത്ത രീതിയിൽ ബോഡി ഉണ്ടാവും മണ്ണിനടിയിൽ എന്നുള്ള. ഓക്കെ സിനോജ്, തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമുക്ക് മുണ്ടക്കയിലേക്ക് പോകാം. മുണ്ടക്കയിൽ നിന്ന് സാനിയോ മനോമി നമുക്കൊപ്പം ഉണ്ട്. സാനിയോ മനോമിക്കൊപ്പം മന്ത്രി AK ശശീന്ദ്രൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സാനിയോ, നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മന്ത്രി വികാരാധീനനാകുന്നുണ്ടായിരുന്നു. നിലവിൽ ആ മേഖലയിൽ എങ്ങനെയാണ് തെരച്ചിൽ കേന്ദ്രീകരിക്കാൻ പോകുന്നത്? എത്ര പേരെയാണ് ഇനിയും കിട്ടാനുള്ളത്? അതായത് ഈ മുണ്ടക്കൈ മേഖലകളിലാണ് സുജയ ഇപ്പോഴും തെരച്ചിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം മുൻപ് വന്നു പോയതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അവിടെ ലഭ്യമാണ്. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ അടക്കം സംസാരിച്ചതുപോലെ സുദേവേട്ടൻ്റെയും നാസർക്കായുടെ ഒക്കെ വീടുകൾ നിന്ന പ്രദേശത്താണ് ഞാനുള്ളത്. ഇവിടെ നാസർക്കായുടെ മകൻ എല്ലാ ദിവസവും തെരച്ചിലിന് വരുന്ന വളരെ സങ്കടകരമായ ഒരു കാഴ്ച എല്ലാ ദിവസവും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റാറുണ്ട്. ഇന്നും ആ കുഞ്ഞുമകൻ വന്നിരുന്നു തെരച്ചിലിനായി. അവൻ്റെ രക്ഷിതാക്കളെ അടക്കമാണ് കിട്ടാനുള്ളത്. ഏതായാലും മന്ത്രി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് ഈ കുഞ്ഞുമകനെ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് മന്ത്രി അവനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിജീവനം ഉറപ്പ് നൽകാൻ മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നാസർ ഖാന്റെ ജ്യേഷ്ഠൻ എന്താണ് മകൻ എല്ലാ ദിവസവും ഇവിടെ വരും രാവിലെ. എന്താ ചെയ്യാ? മന്ത്രി വന്നത് മന്ത്രി വന്നു അവരവരുടേതായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് സമാധാനം അങ്ങനെ തന്നെ അല്ലേ. ആര് പറഞ്ഞാലും ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂലല്ലോ പോയവരെ. ഇവിടെ എത്ര പേരെ കിട്ടാൻ? ഈ വീട്ടിൽ നിന്ന് കിട്ടാനുള്ളത് ഒരാളെ, ബാക്കി എല്ലാവരും കിട്ടി. പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടാനുള്ളത് 17 പേരെ കിട്ടാനുണ്ട്. വാപ്പാൻ്റെ അനിയനെ, വാപ്പാൻ്റെ പെങ്ങന്മാരെ, പിന്നെ 2-3 പെങ്ങന്മാരെ കിട്ടാണ്ട്, അളിയൻ്റെ ഭാര്യനെ കിട്ടാണ്ട്, പിന്നെ ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യനെയും കിട്ടാണ്ട്. എൻ്റെ പേര് അയ്യൂബ് പടിക്കപ്പറമ്പ്. അല്ല, ഞാൻ പുത്തൂർവയൽ പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. മകൻ നാസർ ഖാന്റെ ഒരു മകൻ മാത്രമേ ഇനി ബാക്കി? നാസർ ഖാന്റെ 2 മക്കള്. ചെറിയ മോനാണിത്. മറ്റേ മോനെ ഇസഹാക്ക് ആണ് ഉള്ളത്. അതായത് നാസർക്കായുടെ കുഞ്ഞുമകൻ ഇസഹാക്ക്, അവന് 10-17 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ മകനാണ്. അവൻ ദിവസവും ഇവിടെ വന്ന് തെരച്ചിൽ നടത്തുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും മന്ത്രി കണ്ടു, മന്ത്രിയെ കെട്ടിപ്പിടിച്ച് ആ കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. മന്ത്രിയും അത് കണ്ട് പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായത്. അദ്ദേഹം സംസാരിക്കുമ്പോഴും നമ്മളോട് പറഞ്ഞു ഇനി എന്താണ് ചെയ്യാൻ കഴിയുക, അതായത് മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരു സാഹചര്യം, അതായത് ഇനി ബാക്കിയുള്ള ആളുകൾക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അതിജീവനം സാധ്യമാക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ഇസഹാക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഇസഹാക്കിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കേണ്ടതുമുണ്ട്. ഏതായാലും മോനെ, എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടല്ലേ? ഇല്ല, ഞാൻ ഇന്നാ വരുന്നിപ്പോൾ. അപ്പൻ്റെ കൂടെ ഇന്നലെ ഞാൻ അങ്ങോട്ട് വന്നു. ഞാൻ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് ആരെ വീട്ടിൽ? കോഴിക്കോട് അവിടുത്തെ നാട്ടുകാരൊക്കെ പാടെ നരിക്കുനിയിൽ അറിയണേ അവിടെ ഒരു വീട് ശരിയാക്കി തന്നിട്ട് അവിടെ ഇപ്പാൻ്റെ ഏട്ടനും ഇവിടെ ഈ വീട്ടിലെ ഏട്ടനും നമ്മളൊക്കെ പാടെ അവിടെ അല്ലേ. കാക്കാൻ്റെ കാലിന് നെരിയാണിക്ക് മുറിയായതുകൊണ്ട് അവിടെ അല്ലത്. പഠിക്കുന്നതാണോ? എന്താ ചെയ്യുന്നത്? ഞാൻ മേപ്പാടി ഹൈസ്കൂളിൽ +2 അന്ന് രാത്രി ഇവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. രക്ഷപ്പെടുത്തിയതാണ്? രക്ഷപ്പെടുത്തി.
അതായത് അവനോട് അധികം സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും അവന് അന്ന് രാത്രി ഉണ്ടായിരുന്ന ആ ദുരന്തത്തിന്റെ വല്ലാത്തൊരു അനുഭവത്തിൽ കൂടിയാണ് ആ കുഞ്ഞുള്ളത്. ശരിയാണ് സാനിയോ, അവനോട് സംസാരിക്കുമ്പോൾ സാനിയോയ്ക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന മനസ്സിലാവുന്നുണ്ട്. ദുരന്തഭൂമിയിലെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രൻ മുണ്ടക്കയിൽ ഈ പ്രദേശത്തെത്തിയപ്പോഴാണ് ഇസ്ഹാക്കിനെ അടക്കം ആശ്വസിപ്പിച്ചത്. ദുരിതബാധിതരെ ആശ്വസിപ്പിക്കാനാകാതെ മന്ത്രി പൊട്ടിക്കരയുകയായിരുന്നു. ഇവരോട് ഞാൻ എന്തുത്തരാ പറയുക? അവരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ അവരെ പറ്റി ആലോചിക്കാം. നമുക്കൊക്കെ ഇത്ര പ്രയാസം ഉണ്ടെങ്കിൽ അവരെ പ്രയാസം എന്തായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് എനിക്കെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ രക്ഷിക്കാൻ സഹായിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം, ആത്മവിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരണം, സാധാരണ ജീവിതം നയിക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ കാര്യത്തിൽ പ്രതിബദ്ധതയോടുകൂടി സർക്കാർ പ്രവർത്തിക്കുമെന്ന ഉറപ്പ് മാത്രമേ ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ദിവസവും ഇവരുടെ ബന്ധത്തിൽ ഇങ്ങനെ ഒത്തിരി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇപ്പം നിങ്ങൾ പറയാതെ ഞാൻ അനുഭവിച്ചല്ലോ. ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇത്രയേ ആയുസുള്ളൂ എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇതുപോലെ എന്ത് ദുരന്തമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ആർക്കാ പറയാൻ കഴിയും? അപ്പോൾ അവർ നമ്മുടെ വീട്ടുകാരാണ്, സ്വന്തക്കാരാണ്, നമ്മുടെ ജ്യേഷ്ഠനാണ്, സഹോദരനാണ്, സഹോദരിയാണ് എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ എല്ലാ വാക്കും എല്ലാ പ്രവർത്തനവും അവർക്ക് ആത്മവിശ്വാസവും സുരക്ഷയും ഉറപ്പുവരുത്തി നൽകണം. നമുക്കെല്ലാം കൂടി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ആ പ്രതിജ്ഞയാണ് നമ്മളെല്ലാവരും ഇത്തരം ഘട്ടങ്ങളിൽ എടുക്കേണ്ടത്. സാനിയോ മനോമി തുടരുന്നുണ്ട് മുണ്ടക്കയിൽ നിന്ന്. സാനിയോ, മന്ത്രി നേരത്തെ സംസാരിച്ചതിനെ കുറിച്ച് സാനിയോ സൂചിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പ്രതികരണം, കരഞ്ഞുകൊണ്ടുള്ള ആ പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. എ കെ ശശീന്ദ്രനെ ഇങ്ങനെ കരഞ്ഞ് നമ്മൾ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ആ കുഞ്ഞ് വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെയും നിയന്ത്രണം വിട്ടുപോയതാവുമല്ലേ? അങ്ങനെ വേണം കണക്കാക്കാൻ. അതായത് കുഞ്ഞു വന്നപ്പോൾ എ കെ ശശീന്ദ്രൻ്റെ തോളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ശേഷം നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോഴും അദ്ദേഹം വല്ലാതെ കരയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ ഒരിക്കലും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഇത്രയും പ്രായമായ, അല്ലെങ്കിൽ ഈ ഒരു ജീവിത സാഹചര്യത്തിലും പല ജീവിത സാഹചര്യങ്ങൾ നേരിട്ട ഒരാളെന്ന തരത്തിൽ അദ്ദേഹത്തെ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ അധികം വികാരാധീനനായാണ് സംസാരിച്ചത്. ആകെ നൽകാവുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത് ഇവരെ സഹായിക്കും, അതായത് അവശേഷിക്കുന്ന ആളുകളെ കൃത്യമായി സംരക്ഷിക്കുകയും സർക്കാർ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. കാരണം ഈ കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്താണ് അവരോട് പറയേണ്ടത് എന്നുള്ളത് അറിയാതെ, അതായത് ബന്ധുക്കളുടെയൊക്കെ ഓർമ്മകളുള്ള കുഞ്ഞായിരിക്കും ഇസഹാക്ക്. സ്വാഭാവികമായും അവനിവിടെ വരുമ്പോൾ എന്താണ് അവൻ്റെ മനസ്സിലെന്ന് നമുക്കും പറയാൻ കഴിയുക അസാധ്യമാണ്. ഇപ്പോൾ അവിടെ നിന്ന് ചില വസ്തുക്കളൊക്കെ കണ്ടുകിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഇസഹാക്ക് നേരത്തെ രാവിലെ വരുമ്പോൾ അടുക്കളയിലുണ്ടായിരുന്ന കത്തിയും മറ്റു സാധനങ്ങളൊക്കെ അവന് കിട്ടിയിരുന്നു. അവൻ അതൊക്കെ എടുക്കുന്ന ആ സാധനങ്ങളൊക്കെ അവൻ മാറ്റി വെക്കുന്നുമുണ്ടായിരുന്നു. പോകുമ്പോൾ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞാണ് മാറ്റി വെച്ചിരുന്നത്. അതൊക്കെ കാണുമ്പോൾ അങ്ങേയറ്റം സങ്കടകരമായ കാഴ്ചകൾ എന്ന് മാത്രമേ നമുക്ക് പറയാനാവുകയുള്ളൂ. കാരണം ഇവർക്കിനിയും പ്രിയപ്പെട്ടവരെ കൺമുന്നിൽ നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ വേദന, അതും ഒരു കുഞ്ഞ്, +2 മാത്രം പഠിക്കുന്ന ഒരു കുഞ്ഞ്, അവൻ്റെ വേദന എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. കാരണം ആ കുഞ്ഞിനെ ആളുകൾ രക്ഷപ്പെടുത്തിയതാണ്. അവൻ ജനലിന് സമീപം കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. നാസർക്കയും അതുപോലുള്ള ആളുകളുമൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു ദുരന്തത്തിലാണ് ആ കുഞ്ഞ് പെട്ടിരിക്കുന്നതെന്നാണ്. അവനിപ്പോൾ കോഴിക്കോട് നരിക്കുനിയിൽ സന്നദ്ധ പ്രവർത്തകർ ഏർപ്പാട് ചെയ്ത ഒരു വീട്ടിലാണ് താമസം. അവൻ്റെ സഹോദരൻ്റെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശരി സാനിയോ, അവിടെയുള്ള തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി സാനിയോയിലേക്ക് വീണ്ടും എത്താം. നമ്മുടെ പ്രതിനിധികൾ അർജുൻ കല്യാടും VS രഞ്ജിത്തും അല്ലമീനും ഒപ്പം സിനോജ് തോമസും വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. 6 സോണുകളായാണ് തെരച്ചിൽ തുടരുന്നത്.